ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കിണർ. ഇതിനെ നമുക്കൊന്ന് ഇറച്ചൊന്ന് വൃത്തിയാക്കണം കേട്ടോ. അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇത് ഒരുപാട് നാളുകൊണ്ട് ഇത് ഉപയോഗിക്കാതെ കിടന്നത് കൊണ്ടാണ് കേട്ടോ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു അവസ്ഥ. അപ്പം നമ്മളങ്ങനെ അതിനെ ഒന്ന് ഇറക്കാനുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വർക്ക്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു മോട്ടർ ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ അടിച്ചിട്ട് വെള്ളം വറ്റുന്നില്ല, കാരണം ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു മോട്ടർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 HP മോട്ടറാണ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം അതിനെ അടിച്ച് വറ്റിച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തുള്ളതെന്ന് പറയുമ്പോൾ ഒരു 2 അടിക്കകത്തുള്ള വെള്ളം കാണും. വെള്ളവും ചെളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇറങ്ങി നമുക്ക് അതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. പക്കയായിട്ട് അതിനെ ഫുള്ളാ കോരി വൃത്തിയാക്കി കരയിൽ കയറ്റണം. അതാണ് നമ്മൾ ഇനി ഇറങ്ങുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള പുല്ലും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എടുത്ത് കിണറ്റിലോട്ട് തന്നെ അങ്ങ് ഇടുകയാണ്, കാരണം നമുക്ക് അതിനെ തിരിച്ച് കയറ്റാനുള്ളതാണ്. എല്ലാം മൊത്തത്തിൽ വാരി കയറ്റണം. പിന്നെ ഒരുപാട് ചെളിയും തടി വേസ്റ്റ്, ഒരുപാട് വേസ്റ്റുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കരയിൽ കയറ്റണം. അപ്പോൾ അതിന് നമ്മൾ ഇനി താഴെ എത്തിയാൽ മാത്രമേ ബാക്കിയുള്ള വർക്ക് നടക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. താഴെ എത്തിക്കഴിഞ്ഞിട്ട് ഇനി ആദ്യം ആ തടി പീസ് അവിടെ നിന്ന് കയറ്റണം കേട്ടോ. നമുക്കൊരു തടി, ഒരു വാക്കില്ലാതെ ഒരു തടി അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഇതാണ് ആ തടി. അങ്ങനെ നമ്മളത് ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ട്, അതായത് എല്ലാം ഫുള്ളായിട്ട് കോരി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കിണറിൻ്റെ വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമുക്കിതിൽ കയറി ഇറങ്ങാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഉറയില്ല, പിന്നെ തൊടിയൊക്കെ കുറച്ചൊക്കെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം ക്ലിയർ ആയിട്ടാണ് സൂക്ഷിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മളതിൽ ശ്വാസമുണ്ടോ കാര്യങ്ങളെല്ലാം നോക്കി പാത്താണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.